അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഇതല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. വളരെ ഇന്നത്തെ കാലത്തത് ഈ ജനങ്ങൾക്ക് വളരെ ഒരുപാട് ഗുണപാഠം കിട്ടുന്ന ഫിലിമാണ്. വളരെ നന്നായിട്ട് നമുക്കറിയത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധം ഉണ്ടാകാം, നമുക്കറിയത്തില്ല. ഞാനൊരു പബ്ലിക്കാണെന്നുള്ളതേ. ഞാനൊരു പബ്ലിക് ഇത് സിനിമ കണ്ടു എന്നുള്ളതേ. നമുക്ക് വേറെ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അവസാനം കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. നന്നായിട്ട് ഇല്ല, അതാണ് ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നിടത്തോ സ്റ്റോറി എന്നൊക്കെ തോന്നുന്നെങ്കിലും അവസാനം കുറച്ചൊക്കെ ട്വിസ്റ്റുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവെ വാച്ചബിൾ മൂവി. എടുത്തു പറയത്തക്ക ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് എടുത്തു പറയാം. പിന്നെ എല്ലാവരും അവരവരുടെ റോൾസ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. യൂത്തിനെ ഇഷ്ടപ്പെടേണ്ടതാണ്. വാച്ചബിൾ ഒരു പ്രത്യേക ഒരു നല്ല അദ്ദേഹം ഒരു പല തരത്തിലുള്ള കഥാപാത്രം, പല വേഷപ്പകർച്ച അദ്ദേഹത്തിൻ്റെ. നല്ല സിനിമ, നല്ല പാട്ട്, കിടിലം ഇന്ദ്രൻസേട്ടൻ്റെ അത് കാണേണ്ടതാണ്. ഞാൻ പറയുന്നതിനൊക്കെ നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് അത്. തീർച്ചയായും നല്ല സിനിമ തീർച്ചയായിട്ടും. ഇപ്പോൾ ഉണ്ട്. അതെ ഏതെങ്കിലും നേരത്തെയുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ല, നേരത്തെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സിനൊക്കെ അറിയത്തുള്ളൂ. ഞങ്ങളൊക്കെ പുതിയ ഞങ്ങളല്ലേ, നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്.